സാധാരണക്കാരനായ ഒരു താൽക്കാലിക KSRTC ജീവനക്കാരനെതിരെ ഇത്ര പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കരുത്. അയാൾ പച്ചരി വാങ്ങാനാണ് രാത്രിയിലും 715 രൂപയ്ക്ക് ജോലി ചെയ്യുന്നത്. അത് അധികാരം കൊണ്ട് ഒരാൾ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. ഒരുത്തനെ കുടുക്കാനായി ബോധപൂർവം ലൈംഗിക അധിക്ഷേപം ഉയർത്തുന്നത് ശരിയല്ല. മേയർ എന്ന പദവി പൊതുജനത്തിന്റെ മേത്ത് കയറി മേയാനുമുള്ളതല്ല എന്ന് മേയറമ്മ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. മേയറമ്മ പറഞ്ഞ ചില കള്ളങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം പറഞ്ഞു ഡ്രൈവർ ലഹരി ഉപയോഗിച്ചു, താനത് കണ്ടു എന്ന്. പോലീസ് നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടില്ല. ആ കള്ളം പൊളിഞ്ഞു. പിന്നീട് പറഞ്ഞു തങ്ങൾ സഞ്ചരിച്ച കാർ കുറുകെയിട്ട KSRTC ബസ് തടഞ്ഞിട്ടില്ല എന്ന്. പുറത്തു വന്ന വീഡിയോയിൽ കാർ ബസ്സിന് കുറുകെ കിടക്കുന്നത് വ്യക്തം. വാഹനം കുറുകെ ഇട്ടിരിക്കുന്നത് സീബ്ര ലൈനിലാണ്. അതുമാത്രം മതി MLA-ക്കെതിരെ മേയർക്കെതിരെയും കേസെടുക്കാൻ. അങ്ങനെ ആ കള്ളവും പൊളിഞ്ഞു. പിന്നെ പറഞ്ഞു KSRTC ഡ്രൈവർ വാഹനം ഓടിക്കുന്നതിനിടെ ലൈംഗിക ആംഗ്യം കാണിച്ചു. ഡ്രൈവർ മാപ്പ് പറയാൻ മേയറെ ഫോൺ വിളിച്ചപ്പോൾ ഒരിക്കൽ പോലും അവർ ഇക്കാര്യം പറയുന്നില്ല. അതുപോലെ തന്നെ കാറിന് പുറകെ രാത്രിയിൽ ലൈറ്റിട്ട് വരുന്ന KSRTC ഡ്രൈവറെ മുന്നിലുള്ള ഇവർ എങ്ങനെ കാണാനാണ്? ആ കള്ളവും പൊളിഞ്ഞു. പിന്നെ പറഞ്ഞു MLA-യും താനും വന്ന ചോദ്യം ചെയ്തപ്പോഴും ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയില്ല. KSRTC-യുടെ ചട്ടം അനുസരിച്ച് ഡിപ്പോയിലല്ലാതെ ബസ് അപകടത്തിൽപ്പെട്ടാൽ മാത്രമേ സീറ്റിൽ നിന്ന് ഇറങ്ങാവൂ. അതാ മേയറമ്മയ്ക്ക് അറിയില്ലായിരുന്നു. പക്വതക്കുറവ്. ആ കള്ളവും പൊളിഞ്ഞു. പിന്നെ പറഞ്ഞു യാത്രക്കാരെ ബസ്സിൽ കയറി MLA ഇറക്കി വിട്ടില്ല എന്ന്. തൃശൂർ തിരുവനന്തപുരം റൂട്ടിൽ ബുക്കിംഗ് എടുത്ത് ഓടുന്ന ബസ്സാണ് മേയറും സംഘവും തടഞ്ഞത്. ബസ്സിൽ യാത്ര ചെയ്തവരുടെ ഫോൺ നമ്പർ KSRTC-യുടെ കയ്യിലുണ്ട്. ഇവരെ ഇന്നലെ വിളിച്ചപ്പോൾ മേയർക്കും MLA-ക്കും എതിരെയാണ് മൊഴി കൊടുത്തത്. പിന്നീട് പറഞ്ഞു മാധ്യമങ്ങൾ എല്ലാ തവണയും KSRTC ഡ്രൈവർമാരുടെ ഭാഗം കേൾക്കാറില്ല. ഇക്കുറി ഡ്രൈവർക്ക് പ്രാധാന്യം കൊടുത്തു. മേയറുടെ സ്വരം മാത്രം കൊടുക്കാനല്ല മാധ്യമങ്ങൾ ഇവിടെയുള്ളത്. രണ്ട് പക്ഷവും കൊടുത്തു. പൊതുജനങ്ങൾക്ക് കാര്യം ബോധ്യമായി. അതുകൊണ്ട് പറഞ്ഞ കള്ളങ്ങൾക്കൊക്കെ യദുവിനോട് ഒരു മാപ്പ് പറഞ്ഞ് 715 രൂപ ദിവസവേതനത്തിനായി ജോലി ചെയ്യുന്ന, കുടുംബം പുലർത്താനായി നെട്ടോട്ടമോടുന്ന, ഉറക്കമുളച്ച് സുരക്ഷിതമായ യാത്രക്കാരെ അവർ പറയുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ആ ഡ്രൈവർ യദുവിനോട് മേയറമ്മയാണ് ആദ്യം മാപ്പ് പറയേണ്ടത്. അത് കഴിയട്ടെ. പിന്നീട് ബാക്കി കള്ളങ്ങളിലൊക്കെയുള്ള കൃത്യമായി പോലീസ് നടപടി സ്വീകരിച്ചാൽ മേയറമ്മയ്ക്കും ഭർത്താവിനും കുറച്ചു നാളകത്ത് കിടക്കാം.